ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചൊന്നും പറയാനുള്ള ഉദ്ദേശം എന്നെ സംബന്ധിച്ചില്ല. കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരണമെന്നുള്ളത് നമ്മൾ പഠിക്കണം. ആ രീതിയിലപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇടയ്ക്കൊരു ചില കഥ പറയാറുണ്ട്. എൻ്റെ കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചാലുണ്ട്. പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നൊരു മോഹമുണ്ടായി. സാധാരണ എനിക്ക് അമ്മ എന്താ പറയുക, അയ്യോ എൻ്റെ മോളെ നീ ഒറ്റയ്ക്ക് പോകല്ലേ എന്ന് പറയാം, അല്ലേ? ഇങ്ങനെയല്ലേ പറയാം. അമ്മ പറഞ്ഞ മോളെ നീ അങ്ങനെ പോകല്ലേ, ഒറ്റയ്ക്ക് പോയാലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് അറിയും. പേപ്പർ വായിക്കുന്നതല്ലേ, ടി വി കാണുന്നതല്ലേ, തപ്പി നോക്കി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നമുക്ക് കുട്ടികളങ്ങനെ പെൺകുട്ടികളെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, ആൺകുട്ടികൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് വാശിയായി. ഒരു സ്ഥലത്തും നിങ്ങളുടെ കൂടെ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് എനിക്ക് ഒറ്റയ്ക്ക് പോകണം, എന്നുള്ള നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ളത്. അവസാനം ഒരു ഗതി ഇല്ലാണ്ട് അമ്മ സമ്മതിച്ചു, ആയിക്കോ നീ ഒറ്റയ്ക്ക് പോയിക്കോ. പക്ഷെ അമ്മ ഒരു കത്ത് തരാം, ആ കത്ത് നീ സൂക്ഷിക്കണം. മോൾക്ക് ഈ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പേടി ഉണ്ടാവുക, അങ്ങനെ പ്രശ്നം ഉണ്ടായി, വല്ലാത്ത പരിഭ്രമം ഉണ്ടായി, നിനക്ക് എന്തോ ഭയമുണ്ടോ, ആ സമയത്ത് നീ അമ്മ തന്ന ഈ കവർ പൊട്ടിച്ച് വായിക്കണം. അപ്പോഴേ വായിക്കാവോ, മുമ്പ് വായിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉറപ്പിച്ച് അവരെ കൊണ്ട് സത്യം ചെയ്യില്ല, ഞാൻ ചെയ്തോളാം, അങ്ങനെ ചെയ്തോളാം. അങ്ങനെ നല്ല കുട്ടി മിടുക്കി അവളെ കത്തി പിടിച്ച് പോക്കറ്റ് മറ്റേ ബാഗിൽ വെച്ചു. അങ്ങനെ അമ്മ എല്ലാം ഒരുക്കി കൊടുത്ത് മോള് അടുത്ത ട്രെയിനിൽ കയറ്റി യാത്രയാക്കി. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കയറി അങ്ങനെ പോണ വഴിയിൽ എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും, മലയാളികൾ പല ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, തമാശയ്ക്ക് പറഞ്ഞ് രസിച്ച് ചിലർ പാട്ട് പാടുണ്ട്. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ ട്രെയിൻ നിർത്തി, മറ്റു സ്റ്റേറ്റിൽ നിർത്തി. ഇന്ന് കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പുതിയ ആൾക്കാരെ അതിൻ്റെ അകത്തോട്ട് കയറി. അവർ ആ ഭാഷ വേറെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ വണ്ടി പിന്നെയും പോയി. അങ്ങനെ മറ്റു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ് മലയാളികൾ തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ മറ്റു പല ഭാഷകളും സംസാരിക്കുന്ന ആൾക്കാരായി ഈ വണ്ടിയിൽ നിറയെ ഈ കുട്ടി ഒഴിച്ച്. അപ്പോൾ ഈ കുട്ടി നോക്കുമ്പോൾ ആരോടും സംസാരിക്കാൻ വയ്യ. എല്ലാവരും ഈ കുട്ടിയെ മാത്രമേ നോക്കുക. കാരണം രൂപത്തിലൊന്നും ഈ കുട്ടി മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടുന്ന രീതിയിലല്ലല്ലോ. മലയാളിയില്ല, അവർക്ക് പ്രത്യേക ശൈലിയുണ്ട്. കുട്ടി ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്ക് കൂടുതൽ പേടിയായി. അപ്പോൾ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ വിളങ്ങി നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പരിഭ്രമമായി. പക്ഷെ എന്ത് ചെയ്യും, ട്രെയിനിൽ കയറിപ്പോയി. ആകെ വിഷമിച്ച് കുട്ടി പരിഭ്രമിച്ച് പക്ഷായപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. വല്ലാതെ പേടിക്കുന്ന സമയത്ത് വായിച്ചു നോക്കാൻ വേണ്ടി എൻ്റെ അമ്മ എനിക്ക് കത്ത് തന്നിട്ടില്ല. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്തു, പതുക്കെ ബാഗ് തുറന്ന് കത്തെടുത്ത് വായിച്ചു. എന്താ അറിയോ, എൻ്റെ മോളിപ്പോൾ പേടിച്ചിരിക്കാൻ നല്ല ബുദ്ധിയുണ്ട് എനിക്ക്. അങ്ങനെയാണല്ലോ അമ്മ പറഞ്ഞത്. പക്ഷേ എൻ്റെ മോളെ ഒട്ടും പേടിക്കണ്ട, നിൻ്റെ അച്ഛൻ പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റിലുണ്ടെന്നാണ് പറഞ്ഞത്.